ഇരുണ്ട മനഃശാസ്ത്രം. കേട്ടപ്പോൾ എന്തോ ഒരു അപായ സൂചന ഉണ്ടെന്ന് തോന്നുന്നുണ്ടല്ലേ? ഇന്നത്തെ കാലത്ത് നമ്മളത് പഠിച്ചിട്ടില്ലെങ്കിൽ, അതിൻ്റെ ടെക്നിക്കുകൾ പഠിച്ചിട്ടില്ലെങ്കിൽ, നോ പറയാൻ ആഗ്രഹിച്ച ഇടങ്ങളിൽ നിങ്ങൾ യെസ് പറഞ്ഞ് അവസാനം നിങ്ങളുടെ സമ്പത്തും ആരോഗ്യവും നഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടാവും. കൂളായിട്ട് നിങ്ങളോട് പലതും പറഞ്ഞ് അതിലൊക്കെ വിശ്വസിച്ച്, അതിനെക്കൊണ്ട് വിശ്വസിപ്പിച്ച് അവസാനം നിങ്ങൾ പറ്റിക്കപ്പെട്ട് നിങ്ങളുടെ സമ്പത്ത് മുഴുവനും നഷ്ടപ്പെടുന്ന സാഹചര്യങ്ങൾ ഉണ്ടാവും. അതുകൊണ്ടാണ് ഈ ഡാർക്ക് സൈക്കോളജിയെക്കുറിച്ച് ഒരു വലിയ കോഴ്സ് തന്നെ എടുക്കണമെന്ന് ഞാൻ തീരുമാനിച്ചത്. ഒരുപക്ഷെ ഈ ഡാർക്ക് സൈക്കോളജിയുടെ മറ്റ് മനുഷ്യന്മാർ നമ്മൾക്ക് മുമ്പിൽ കാണിക്കുന്ന മാനിപ്പുലേഷൻസിന് ഒരുപാട് വിധേയനായ ഒരു വ്യക്തി ആയതുകൊണ്ടും വർഷങ്ങളോളം ഞാൻ അധ്വാനിച്ച് കൂട്ടിയ, ഊണും ഉറക്കവും അധ്വാനിച്ച് കൂട്ടിയ എൻ്റെ സമ്പാദ്യത്തിൻ്റെ നല്ലൊരു ശതമാനം അടിച്ചു മാറ്റാൻ ഈ ഡാർക്ക് സൈക്കോളജി പ്രിൻസിപ്പിൾസ് ജീവിതത്തിലൂടെ പകർത്തിയ ഒരുപാട് മനുഷ്യന്മാരുടെ വാക്കുകൾ കൊണ്ടും പ്രവൃത്തി കൊണ്ടും കാരണമായതുകൊണ്ടാണ് ഈ ഒരു അറിവ് ഞാൻ നിങ്ങൾക്ക് മുമ്പിലേക്ക് വളരെ കണിശമായിട്ട് തന്നെ എൻ്റെ സ്വന്തം അനുഭവം വിളിച്ചുകൊണ്ട് തന്നെ ഞാൻ പങ്കുവെക്കണമെന്ന് ആഗ്രഹിക്കുന്നത്. ഒരു ചെറിയൊരു ചോദ്യം നമ്മുടെയൊക്കെ ജീവിതത്തിലേക്കൊന്ന് നോക്കുക. ആർക്കെങ്കിലും നിങ്ങളെ വികാരപരമായി സമ്മർദ്ദപ്പെടുത്തി എന്തെങ്കിലും ചെയ്യിപ്പിച്ചിട്ടുണ്ടോ? ഉദാഹരണത്തിന്, നീ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ ഞാൻ ഇത് ചെയ്യും, ഞാൻ നിനക്ക് വേണ്ടി എന്തെല്ലാം ചെയ്തു ഓർമ്മയില്ലേ? നിങ്ങൾക്ക് ചെയ്യാൻ ഇഷ്ടമില്ലായിരുന്നു, പക്ഷെ നിങ്ങൾ ചെയ്തു പോയി. ഇവിടെ നിന്നാണ് ഡാർക്ക് സൈക്കോളജി തുടങ്ങുന്നത്. കഴിഞ്ഞ ദിവസം എൻ്റെ അടുത്ത് വന്നൊരു പേഷ്യൻ്റ് ഒരു അനുഭവം പറയുകയുണ്ടായി. ഞങ്ങളുടെ നാട്ടിലൊരു മനുഷ്യനുണ്ടായിരുന്നു. ആ മനുഷ്യൻ എല്ലാവർക്കും ഒരുപാട് ഉപകാരപ്രദമായ കാര്യങ്ങൾ ചെയ്യും. വീട്ടിലേക്ക് അരി എത്തിച്ചു കൊടുക്കും, ഭക്ഷണം എത്തിച്ചു കൊടുക്കും, പണം ചെറുതൊക്കെ കൊടുത്ത് സമ്പാദിച്ചു കൊടുക്കും. പക്ഷെ അയാളെ മൈൻഡിൽ മറ്റൊരു ലക്ഷ്യം ഉണ്ടായിരുന്നു. ഇതിൻ്റെ അവരിലൊക്കെ ട്രസ്റ്റ് പിടിച്ച് പറ്റിയിട്ട് അവസാനം അവരെ കയ്യിലുള്ള പണം മുഴുവനും അടിച്ചു മാറ്റണം എന്നുള്ള ഒരു ലക്ഷ്യം ഉണ്ടായിരുന്നു. അങ്ങനെ അവർക്കൊക്കെ സമ്പത്ത് നഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടായി. ഞാൻ ഇന്നും ആലോചിച്ച് പോവുകയാണ്, എന്നെ പറ്റിക്കപ്പെട്ട ഒരുപാട് മനുഷ്യന്മാർ. ആ മനുഷ്യന്മാരൊക്കെ എൻ്റെ അടുത്ത് വന്നത് ആദ്യം അവർ നമ്മുടെ സൗഹൃദ വലയത്തിലേക്ക് കടന്നു വരും. എന്നിട്ട് നമ്മുടെ സൗഹൃദം പിടിച്ചു പറ്റും. എന്നിട്ട് അവസാനം അവർ നമ്മളെ വീഴ്ത്തി, ഡാർക്ക് സൈക്കോളജിയിലൂടെ നമ്മളെല്ലാവരെയും വീഴ്ത്തിയിട്ട് അവസാനം നമുക്കെല്ലാം നഷ്ടപ്പെട്ട് കഴിയുമ്പോഴായിരിക്കും അയ്യടാ അക്കിടി പറ്റിയല്ലോ. അത്തരം ഒരുപാട് പറ്റലുകളുടെ വേദനകളുമായിട്ട് ജീവിതത്തിൻ്റെ ഓരോ ദിവസങ്ങളും പങ്കുവെക്കുന്നവരായി നമ്മൾ മാറിപ്പോകും. ഞാൻ ഇന്നും ആലോചിക്കുന്നു, ഒരു ദിവസം പോലും എനിക്ക് പണം തരാനുള്ള, തിരികെ തരാനുള്ള മനുഷ്യനെക്കുറിച്ച് ഓർക്കാത്തൊരു ദിവസം എൻ്റെ ജീവിതത്തിലുണ്ടോ? ഇല്ല. നിങ്ങളുടെ ജീവിതത്തിലുണ്ടോ? ഇല്ല. എത്ര തവണയാണ് അന്ന് അവർ നിങ്ങളോട് കാണിച്ച ഒരു മനോഹരമായിട്ട് നിങ്ങൾക്ക് നല്ല സന്തോഷിപ്പിക്കുന്ന വാക്കുകളുടെ പേരിൽ, നിങ്ങൾ അവർക്ക് കൊടുത്തതിൻ്റെ പേരിൽ ഇന്ന് നിങ്ങൾ അനുഭവിക്കുന്ന വിഷമങ്ങൾ എന്തൊക്കെയാണ്? ഡാർക്ക് സൈക്കോളജി ഇതാണ്. മനസ്സിലായില്ലേ? എവിടെയും ഡാർക്ക് സൈക്കോളജിയാണ്. മനസ്സിലായില്ലേ? ഇതിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ള ശക്തി നമ്മൾ ഉണ്ടാക്കിയെടുക്കേണ്ടതുണ്ട്. എന്താണ് ഡാർക്ക് സൈക്കോളജി? മറ്റുള്ളവരുടെ വികാരങ്ങളും ചിന്തകളും നിയന്ത്രിക്കുന്ന രീതികൾ നമ്മൾ പഠിച്ചെടുക്കുക. ഈ ഒരു സബ്ജക്റ്റ് നമ്മൾ പഠിച്ചു തുടങ്ങുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ജീവിതത്തിലുണ്ടായിട്ടുള്ളൊരു സിറ്റുവേഷനെ കുറിച്ച് ചിന്തിക്കുക. നിങ്ങൾ യെസ് എന്ന് പറഞ്ഞു പോയി, പക്ഷെ നിങ്ങൾ പറയാൻ ആഗ്രഹിച്ചത് നോ എന്നായിരുന്നു. ഒരു സിറ്റുവേഷനെ കുറിച്ച് ചിന്തിക്കാം. എന്നിട്ട് നമുക്ക് നമ്മുടെ കോഴ്സിലേക്ക് ഡീറ്റെയിൽഡായിട്ട് നീങ്ങാം. ഓക്കെ?